കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് സ്വാഗതം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വചനം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീയിൽ ശോധന കഴിച്ച ഒരു പൊന്നിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിന്റെ ശോധനയെക്കുറിച്ച് ഇവിടെ കാണാൻ കഴിയും. വിശ്വാസം ചിലപ്പോൾ പരീക്ഷിക്കപ്പെടും. ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ഒരു തട്ടാൻ സ്വർണമെടുത്ത് തീയിലിട്ട് പഴിപ്പിക്കുമ്പോൾ അതിന്റെ കീടം പോയോ എന്ന് തട്ടാൻ നോക്കുന്നത് തട്ടാന്റെ മുഖം ആ പഴിപ്പിച്ച സ്വർണത്തിൽ കാണുമ്പോഴാണ്. ഇതുപോലെ ആ വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ മുഖം നമ്മളിൽ പതിക്കും. പ്രിയമുള്ളവരെ, നമ്മളിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധിയുള്ളവരായി തീരാൻ ഇടവരുന്നത്. വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടന്നു പോകും തീച്ചൂളയുടെ ഒരു അനുഭവമാണത്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 3 യുവാക്കന്മാര് വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടാൻ ഇടവന്നത് രാജാവ് പറഞ്ഞ രാജകൽപ്പന പ്രകാരമുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുകയല്ല എന്ന് പറഞ്ഞ്, എന്റെ ദൈവം എന്നെ രക്ഷിച്ചില്ലെങ്കിൽ പോലും രാജാവിന്റെ കൽപ്പന പാലിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടുകൂടെ മുന്നേറിയ 3 യുവാക്കന്മാരെ തീച്ചൂളയുടെ നടുവിലേക്ക് ഇട്ടപ്പോൾ ആ കത്തി അമരുന്ന തീയുടെ നടുവിൽ 3 പേരോട് കൂടെ 4-മനായി ദൈവപുത്രന് സമനായ ഒരാളെ അതിൻ്റെ അകത്ത് കണ്ടെങ്കിൽ, ഇതുപോലെ വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് യേശുവിനെ കാണാൻ കഴിയുമെന്നാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് സ്വർണം കീടം കളയുന്നത് പോലെ വിശ്വാസത്തിൽ ചിലപ്പോൾ ശോധന ചെയ്തേക്കാം. സ്തെഫാനോസ് ഏറ് കിട്ടിയപ്പോൾ സ്തെഫാനോസ് നോക്കിയത് സ്വർഗത്തിൽ യേശു ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ ഇരിക്കുന്ന യേശു സ്തെഫാനോസിന്റെ അകത്ത് വെളിപ്പെടുന്നതായി സ്തെഫാനോസ് കാണാനിട വന്നത്. ഏറ് കിട്ടിയപ്പോഴും ജനങ്ങൾ അവനെ കൊന്നപ്പോഴും ആരാണ് എന്നെ എറിഞ്ഞതെന്നോ ആരാണ് എന്നെ കൊല്ലുന്നതെന്നോ അവൻ നോക്കിയില്ല. ഞാൻ ആരുടെ അടുക്കിലേക്കാ പോകാൻ വേണ്ടി പ്രിയം വെച്ചത്, അവനെ കണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന, അഭിഷേകത്തിൽ നിറയുന്ന, ആത്മശക്തിയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു സ്തെഫാനോസിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷകളോ ചെറിയ ചെറിയ വേദനകളോ ചെറിയ ചെറിയ തടസ്സങ്ങളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളൊക്കെ വരുന്നില്ലേ? ആ പ്രശ്നങ്ങൾ വരുമ്പം യേശുവിനെ നമ്മുടെ അകത്ത് കാണണം. നമ്മൾ യേശുവിനെ കാണണം. യേശുവിനെ കണ്ട് അവന്റെ കൂടെ നമുക്കായിരിക്കാനുള്ള ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ഒരുക്കി തരികയാണ്. കുടുംബത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ വരും, സഭയിൽ നിന്ന് ചില വിഷയങ്ങൾ വരും, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചില വിഷയങ്ങൾ വരും. മറ്റുള്ളവർ നമ്മൾ ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന്റെ പേരിൽ എല്ലാവരാലും ഒറ്റപ്പെടുത്തി പരിഹസിച്ച് നിർത്തുന്ന നടുവിൽ ക്രിസ്തു നമ്മുടെ അകത്ത് രാജാതിരാജാവായി വസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരു അനുഭവം, ഈ അനുഭവത്തിന്റെ നടുവിൽ ശോഭിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ മകനും മകളുമായിട്ടാണ് ദൈവം നമ്മെ മാറ്റുന്നത്. ഈ പ്രഭാതം നമുക്കായി ഒരുക്കി തന്ന കർത്താവിന് ഹൃദയവും മനസ്സും തുറന്ന് 1000 നന്ദി പറയേണ്ടതുണ്ട്. കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.